പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ ധ്രുവ എഴുന്നേറ്റിരുന്നു. ആ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നിരുന്നു. അവൻ അടുത്ത് കിടക്കുന്ന ദേവുവിനെ നോക്കി. അവളൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. ദേവുവിൻ്റെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ധ്രുവൻ മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റു. അവൻ ഡോർ തുറന്ന് ഹാളിലേക്ക് നടന്നപ്പോൾ ദേവുവിനുള്ള ഡ്രസ്സ് സെറ്റാക്കുന്ന തിരക്കിലാണ് മീനുവും വിന്ദുവും. അവൾക്കുള്ള ആഭരണങ്ങൾ റെഡിയാക്കുന്ന തിരക്കിലാണ് വേദയും അനിതയും ഉണ്ടായിരുന്നത്. ധ്രുവ, എല്ലാം റെഡിയായിട്ടുണ്ട്, നീ പോയി ദേവുവിനോട് കുളിക്കാൻ പറ, സ്റ്റാലിൻ പറഞ്ഞു. വണ്ടിയെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും ആകാശം സെറ്റാക്കി. നീ ചെല്ല്, പോയി കുളിച്ചിട്ട് റെഡിയാവാൻ നോക്ക്, ആദി പറഞ്ഞു. പിന്നെ നീ എൻ്റെ റൂമിൽ പോയി കുളിച്ചാൽ മതി, അവിടെ നിനക്കുള്ള ഡ്രസ്സുണ്ട്, ആകാശ് പറഞ്ഞു. ദേവുവിനെ ഞാൻ വിളിച്ചോളാം, വേദ പറഞ്ഞു. അതാണ് നല്ലത്, എന്നാലേ ഒരു രസമുണ്ടാകൂ. ചെല്ല് ധ്രുവേട്ടാ, അജു പറഞ്ഞു. അങ്ങനെ ധ്രുവൻ ഒരു ചിരിയോടെ ആകാശിൻ്റെ റൂമിൽ കയറിപ്പോയി ഡോർ അടച്ചു. ഞാൻ പോയി ദേവുവിനെ വിളിക്കട്ടെ, അവൾ കുളിക്കാൻ കയറുന്നതിന് ശേഷം അതൊക്കെ അവിടെ കൊണ്ട് വെച്ചാൽ മതി, വേദ പറഞ്ഞു. അതേറ്റു, അജുവും മീനുവും കുഞ്ഞാറ്റിയും പറഞ്ഞു. അതോടെ വേദ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ദേവുവിൻ്റെ റൂമിലേക്ക് കയറി ചെന്നു. ദേവു, ദേവു, വേദ മെല്ലെ അവളെ തട്ടി വിളിച്ചു. ദേവു ഒന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. ദേവു, എഴുന്നേറ്റ് വന്നേ, അമ്പലത്തിൽ പോവണം, വന്നേ വാ. വേദ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശിവേട്ടൻ എവിടെ? ദേവു ചോദിച്ചു. ഏട്ടൻ പുറത്തുണ്ട്, നീ പോയി കുളിച്ചേ, നമുക്ക് ഇന്നൊരു വഴിപാടുണ്ട്, വേഗം പോണം, വേദ പറഞ്ഞു. അതോടെ മുടി വാരി ചുറ്റി കെട്ടിക്കൊണ്ട് ദേവു ഒന്ന് മടിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പോയി. ബാഗിലുള്ള ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് അവൾ ബാത്റൂമിൽ കയറി. അതോടെ വേദ ആ റൂമിന് പുറത്തേക്കിറങ്ങി അവിടെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മീനുവിനെയും വിന്ദയും അജുവിനെയും വിളിച്ചു. അവർ മെല്ലെ വന്ന് ബെഡ് ശരിയാക്കി വിരിച്ചുകൊണ്ട് ആ കട്ടിലിൽ അവൾക്ക് ഇടാനുള്ള ഓരോന്നും ശരിക്കും ഒതുക്കി വെച്ചു. ഇനി നമുക്ക് പോയി റെഡിയായിട്ട് വരാം, വേദ മെല്ലെ പറഞ്ഞു. അതെ, നമുക്ക് റെഡിയാവണം, മീനും വിന്ദയും ഒരുപോലെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. ദേവു കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നതും കട്ടിലുള്ള ആ സാധനങ്ങൾ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. ഒരു അതിശയത്തോടെ അവൾ ഓരോന്ന് നോക്കി. ഒരു ഞെട്ടൽ അവളിൽ ഉണ്ടായിരുന്നു. ദേവു വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് കട്ടിലിലുള്ള സാരി അവൾ കയ്യിലെടുത്ത് നോക്കി. ധ്രുവ് കൊണ്ട് വെച്ചതാകുമെന്ന് കരുതി അവൾ ആ ഒരു സാരി ഉടുക്കാനായി തുടങ്ങി. അതൊരു ധാവണിയായിരുന്നു. ബ്ലൂ പ്ലെയിൻ കളറിൽ ഗോൾഡൻ ആൻഡ് വൈറ്റ് ഫ്ലവർ ഡിസൈൻ വരുന്ന മിഡിയും അതിൻ്റെ കൂടെ വൈറ്റ് ഫ്ലവർ സ്റ്റോൺ വർക്ക് ചെയ്ത ബ്ലൂ കളർ ബ്ലൗസും അതിനോട് ചേർന്ന ബ്ലൂ കളർ നെറ്റ് മെറ്റീരിയൽ ക്ലോത്തിൽ ഗോൾഡൻ കരയും ഗോൾഡൻ സ്റ്റോൺ വർക്കും ചെയ്ത ഷോളുമാണ് അതിൻ്റെ കൂടെയുള്ളത്. ദേവു ആ ധാവണി ഉടുത്തു കണ്ണാടിയിലേക്ക് നോക്കി. ആ കണ്ണുകൾ വിടർന്നു വന്നു. അത്രയും ഭംഗിയായിരുന്നു ആ ധാവണിയിൽ. ദേവു നീല കളർ അവൾക്ക് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. ദേവു കട്ടിലിൽ വെച്ചിട്ടുള്ള ആഭരണങ്ങളിലേക്ക് നോക്കി. അവൾ അത് ഓരോന്നായി എടുത്ത് ധരിക്കാൻ തുടങ്ങി. ഗോൾഡൻ ആൻഡ് വൈറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു നെക്ലേസും ആ മാലയോട് ചേർന്ന അതേ രീതിയിൽ വരുന്ന കമ്മലും അതേപോലെയുള്ള നീല വളകളുമാണ് അവിടെയുള്ളത്. ദേവു അതെല്ലാം എടുത്ത് ധരിച്ചുകൊണ്ട് കണ്ണാടിയിലൊന്ന് നോക്കി. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരു കുഞ്ഞു കറുത്ത പൊട്ട് ഇട്ടുകൊണ്ട് ദേവു കണ്ണുകൾ എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവൾ മുടി ഒന്ന് സൈഡിലേക്ക് പിരിച്ചു വെച്ച് കെട്ടി ക്ലിപ്പ് വെച്ചു. ശേഷം അവൾ മുഴുവനായി ഒന്ന് കണ്ണാടിയിൽ ഒരു വട്ടം കൂടെ നോക്കിക്കൊണ്ട് ദേവു ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് ദേവുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആ കോള് കട്ടായി. പക്ഷേ അതിലൊരു മെസ്സേജ് കിടപ്പുണ്ടായിരുന്നു. മെസ്സേജ് അയച്ചത് വിന്ദയായിരുന്നു. നീ ഇപ്പോൾ പുറത്ത് വരണ്ട, ഒരു സർപ്രൈസാണ്, അവിടെ തന്നെ ഇരുന്നു, വാതിൽ പുറത്തു നിന്നും ലോക്കാക്കിയിട്ടുണ്ട് എന്നാണ് ആ മെസ്സേജ്. അത് വായിച്ചിട്ട് ദേവുവിന് ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തോ കാര്യമായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ എന്തേലും ആവട്ടെ എന്ന് കരുതി അവിടെയുള്ള കട്ടിലിൽ ചെന്നിരുന്നു. എന്താ കുളി കഴിഞ്ഞ് വന്നു. ബെഡിൽ ആദ്യം സെറ്റാക്കി വെച്ചിട്ട് പോയത് നോക്കി അങ്ങനെ ഇത്തിരി നേരം നിന്നു. അവൾ ആ ബെഡിലിരുന്ന സാരി കയ്യിലെടുത്തിട്ട് അതിൽ മെല്ലെ വിരൽ ഓടിച്ചു. അതൊരു പട്ടുസാരിയാണ്. ചുവപ്പിൽ ഓറഞ്ച് കര വരുന്ന സാരിയും അതിനോട് ഒരുപോലെ ചേർന്ന ഓറഞ്ച് ഗോൾഡനും കലർന്ന ബ്ലൗസുമാണ് അതിൻ്റെ കൂടെയുള്ളത്. വിന്ദ ആ സാരി എടുത്ത് ഉടുത്തു നോക്കി. ഭംഗിയായി. ഒരു ഞൊറി പോലും വിടാതെ അവൾ ആ സാരി ഉടുത്തു. വിന്ദ അവിടെ ആദ്യം വെച്ചിട്ട് പോയ ആഭരണങ്ങളിലേക്ക് ഒരു ചിരിയോട് നോക്കി. ശേഷം അത് ഇടാൻ തുടങ്ങി. ഒരു സ്വർണത്തിൻ്റെ മാലയും അതിനോട് ചേർന്ന കുഞ്ഞു ജിമിക്ക് കമ്മലും ചെറിയ വളകളും ആയിരുന്നു അത്. അവൾ ഒരു കുഞ്ഞു കറുത്ത പൊട്ടിയിട്ട് ശേഷം വിടർന്ന ആ കണ്ണുകൾ എഴുതി കറുപ്പിച്ചു. മുടി നിർവാർച്ചിലെടുത്ത് ഒരു സൈഡിലേക്കും ഒരുപോലെ എടുത്ത് ക്ലിപ്പ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും അങ്ങോട്ട് ആദി വന്നിരുന്നു. വിന്ദ അവനെ ഒന്ന് മുഴുവനായി നോക്കി. അവളുടെ കണ്ണ് വിടർന്നു. ഒരു വെള്ള ഷർട്ടും അതിനോട് ചേർന്ന കറുപ്പ് കരയുള്ള മുണ്ടുമാണ് ആദിയുടെ വേഷം. നീട്ടി വളർത്തിയ താടി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. കയ്യിലൊരു കറുപ്പ് വാച്ചും കെട്ടിയിട്ടുണ്ട്. കട്ടിമീശ ചെറുതായി ഒന്ന് പിരിച്ചു വെച്ചിട്ടുമുണ്ട്. ആദി വിന്ദയെയും നോക്കിക്കാണുമായിരുന്നു. ആദി ഒരു ചിരിയോടെ വിന്ദയുടെ അടുത്തേക്ക് വന്നു. ശേഷം അവളുടെ സീമന്തരേഖയിലേക്ക് ഒരു നുള്ളു കുഞ്ഞു സിന്ദൂരം പടർത്തി അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ഇപ്പോൾ സുന്ദരിയായി എന്ന് ആദി പറഞ്ഞതും വിന്ദ സാരിയുടെ ഉള്ളിൽ കിടന്ന താലിയെടുത്ത് പുറത്തേക്ക് വെച്ചു. ആദി അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ കവളിൽ അമർത്തി ചുംബിച്ചു.
മീനു കുളിച്ചിറങ്ങി വന്നതും സ്റ്റാലിൻ മീനുവിനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കുളിക്കാനായി കയറിപ്പോയിരുന്നു. സ്റ്റാലിൻ അവൾക്കായി വേണ്ടി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അവളിലേക്ക് നോക്കി അവൾ കുറച്ചു നേരം നിന്നു. ശേഷം സ്റ്റാലിൻ വെച്ചിട്ട് പോയ സാരി എടുത്തു. പുഞ്ചിരി വിരിഞ്ഞ ചുരിയോടെ അവൾ ആ സാരിയിൽ നോക്കി. അതൊരു സിമ്പിൾ സാരി ആയിരുന്നു. വെള്ള കളറിൽ ഇളം റോസ് കളർ ഡിസൈൻ വരുന്ന സാരിയും അതിൻ്റെ കൂടെ കടും റോസ് കളർ വരുന്ന ഒരു സ്ലീവ്ലെസ് ബ്ലൗസുമാണ് ഉണ്ടായിരുന്നത്. മീനു ആ സാരി എടുത്തു ഒരു പുഞ്ചിരിയോടെ നല്ല ഭംഗിയായി ഉടുത്തു സെറ്റായി. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പൊട്ട് അവൾ നെറ്റിയിലെടുത്ത് വെച്ചു. മുടി മീനു സൈഡ് വാർച്ചിലെടുത്ത് അങ്ങനെ തന്നെ അഴിച്ച് വിരിച്ചിട്ടു. ഒരു നുള്ളു സിന്ദൂരം നെറുകയിൽ തൊട്ടിട്ട് മീനുവിൻ്റെ ആ ഒരുക്കം കഴിഞ്ഞു. അപ്പോഴേക്കും സ്റ്റാലിൻ വന്നു. അവനൊരു നിമിഷം മീനുവിനെ തന്നെ അങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അവൾ സ്റ്റാലിനെയും നോക്കി. വെള്ളയിൽ കറുപ്പ് കളർ വരുന്ന ഒരു ചെക്ക് ഷർട്ടും ഒരു വെള്ളയിൽ കറുപ്പ് കളർ വരുന്ന മുണ്ടുമാണ് അവൻ്റെ വേഷം. മുടി ജെൽ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. താടിയും ആ മീശയും ചെറുതായി ഡ്രിം ചെയ്തിരുന്നു. സ്റ്റാലിൻ മീനുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ കണ്ണാടിയുടെ നേരെ തിരിച്ചു നിർത്തി. ശേഷം അവൻ സാരിക്കിടയിലൂടെ അവളുടെ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് മീനുവിൻ്റെ ചെവിയിലായി ഒരു പുഞ്ചിരിയോടെ അമർത്തി ചുംബിച്ചു. കണ്ടോ മീനു, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ദേ ഈ മൂക്കുത്തി മാത്രം മതി നിന്റെ ഭംഗി എടുത്ത് കാണിക്കാൻ. സ്റ്റാലിൻ അവളുടെ മൂക്കുത്തിയിലൂടെ വിരലോടിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. മീനു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ വയറിൻ്റെ മുകളിലിരിക്കുന്ന അവൻ്റെ കൈയിലേക്ക് അവളുടെ കൈകൾ ചേർത്ത് വെച്ചു. ഞാൻ കെട്ടിയ ഈ മിന്നും ഈ മൂക്കുത്തിയും നിന്നിലുള്ള കാലത്തോളം നിന്റെ ഭംഗി ഒരിക്കലും കുറയില്ല മീനു. എനിക്ക് നിന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ മൂക്കുത്തി തന്നെയാണ്. സ്റ്റാലിൻ ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ഇച്ചയ്ക്ക് എന്നെ ഇഷ്ടല്ലേ? മീനു ചോദിച്ചു. എൻ്റെ പൊന്നല്ലേ മീനു, എൻ്റെ മാത്രമാണ് നീ. എന്നിൽ നീ മാത്രമേ ഉള്ളൂ മീനു. സ്റ്റാലിൻ പറഞ്ഞു. എനിക്കറിയാം ഇച്ചേ, ഇച്ചായൻ എൻ്റെ മാത്രമാണ്, ഒരിക്കലും വിട്ടുകൊടുക്കില്ല, മീനു പറഞ്ഞു. സ്റ്റാലിൻ മീനുവിനെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. മീനു തൻ്റെ പ്രാണൻ്റെ പാതിയായവനിലേക്ക് അങ്ങനെ ചേർന്ന് നിന്നു. വേദ കുളിച്ചിറങ്ങി വരുമ്പോൾ ആകാശ കട്ടിലിലെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേദയെ നോക്കി ചിരിച്ചിട്ട് ആകാശ് കുളിക്കാനായി കയറിപ്പോയി. വേദ അവൻ എടുത്തു വെച്ച സാരി എടുത്തു അതിലേക്ക് 2 നിമിഷം നോക്കി നിന്നു. അതൊരു പട്ടുസാരിയായിരുന്നു. സ്വർണ്ണക്കരയിൽ ഇളം ചുവപ്പ് നിറം കലർന്ന ഒരു സാരി. അതിൻ്റെ കൂടെ കടും നീല കളറിലുള്ള ബ്ലൗസും ഉണ്ടായിരുന്നു. അവൾ ഒരു നിമിഷം പുഞ്ചിരിയോടെ ആ സാരി എടുത്തുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. ശേഷം ആകാശ് അവൾക്ക് വേണ്ടി വാങ്ങിയ പച്ചക്കൽ വരുന്ന ചെയിനും അതിനോട് ചേർന്ന് ജിമിക്കിയും വേദ ഇട്ടു. മുടി മുഴുവൻ എടുത്തു വാരി ചീവിക്കൊണ്ട് മെടഞ്ഞിട്ടു. മുല്ലപ്പൂ തലയിൽ ചൂടി. ഒരു കുഞ്ഞു കറുത്ത പൊട്ടും അതിനോട് ചേർന്ന ഒരു കുഞ്ഞു ചന്ദനക്കുറിയും സിന്ദൂരവും തൊട്ട് കണ്ണുകളൊന്ന് നീട്ടി എഴുതി. വേദ കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ നിമിഷം അങ്ങനെ അവിടെ നിന്നുപോയി. ആകാശ് കുളിച്ചിറങ്ങി വന്ന് അവൻ്റെ ഒരു വെള്ള ഷർട്ടും വെള്ളയിൽ കറുപ്പ് കര വരുന്ന മുണ്ടുമായിരുന്നു വേഷം. ആകാശ് വന്ന് വേദയെ അവനിലേക്ക് ചേർത്തങ്ങ് പിടിച്ചു. വേദ ഒരു പുഞ്ചിരിയോടെ അവനിലേക്ക് ചേർന്ന് നിന്നു. സുന്ദരിയായിട്ടുണ്ടല്ലോ വേദക്കുട്ടി. വേദയുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ആകാശ് പറഞ്ഞു. വേദ നാണത്തോടെ ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ആകാശ് ഒരു പുഞ്ചിരിയോടെ വേദയെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. ധ്രുവൻ ഫ്രഷായി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നതും അജു അവന് വേണ്ട ഡ്രസ്സെല്ലാം അവിടെ കൊണ്ടുവച്ച് കൊടുത്തു. ധ്രുവ് ആ ഡ്രസ്സിലേക്കൊന്ന് നോക്കി. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ ഷർട്ട് അവൻ്റെ കയ്യിലേക്ക് എടുത്തു. അതൊരു കടുനീല ഷർട്ടായിരുന്നു. അവൻ ആ ഷർട്ട് എടുത്തിട്ടു. ഈ കളർ കര വരുന്ന മുണ്ടെടുത്തുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. ശേഷം മുടി ചീവി ഒതുക്കി താടി കൈകൊണ്ട് ശരിയായി ഒതുക്കിക്കൊണ്ട് ഒരു കുഞ്ഞു ചന്ദനക്കുറിയും ആ നെറ്റിയിൽ ധ്രുവൻ തൊട്ടു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദിയും സ്റ്റാലിനും വന്നത്. അവർ വന്ന് ധ്രുവനെ നോക്കി കൊള്ളാമെന്ന രീതിയിൽ ചിരിച്ചു. ധ്രുവ, ആദ്യം നീയാണ് പോവേണ്ടത്, അതിനുശേഷമാണ് ദേവോനെ കൊണ്ടുപോവേണ്ടത്. ആദി പറഞ്ഞു. അതെന്താ ഒരുമിച്ച് പോയാൽ? ധ്രുവൻ ചോദിച്ചു. കല്യാണമെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ചിട്ട ഉണ്ട്, അതുപോലെ നടക്കൂ. സ്റ്റാലിൻ പറഞ്ഞു. ഓ ആയിക്കോട്ടെ, എനിക്ക് അഞ്ജുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ധ്രുവൻ ചോദിച്ചു. അസഭ്യം പുലമ്പാതെ ഇരിക്കുക, കല്യാണത്തിന് മുന്നേ പെണ്ണിനെ കാണാൻ പറ്റില്ല, ആദി പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ടിട്ട് വരാം, അതുവരെ നീ ഇവിടുന്ന് അനങ്ങാൻ പാടില്ല, സ്റ്റാലിൻ പറഞ്ഞു. എന്ന് പറഞ്ഞ് ധ്രുവൻ കട്ടിലിരുന്നു. അവൻ്റെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് ആദിയും സ്റ്റാലിനും ആ റൂമിന് പുറത്തേക്കിറങ്ങി. അവിടെ ഹാളിൽ അനിതയും വേദയും ആകാശും മീനുവും വിന്ദയും അജുനും നിൽപ്പുണ്ടായിരുന്നു. ഞാനും മീനുവും അമ്മയും അജുവിൻ്റെ കൂടെ ധ്രുവനൊപ്പം പോവാം, സ്റ്റാലിൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനും ആകാശും വേദയും മിത്രയും ദേവുവിൻ്റെ ഒപ്പം വരാം, ആദി പറഞ്ഞു. അതുപോലെ മതി, ആകാശം പറഞ്ഞു. എന്നാൽ അതുപോലെ ചെയ്യും മക്കളെ, ഇപ്പോൾ തന്നെ സമയം 8:30ആയി, അനിത പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങാം, അതിനുശേഷം നിങ്ങൾ വന്നാൽ മതി, അജു പറഞ്ഞു. ആ മതി, ആദി പറഞ്ഞു. ഞാൻ പോയി ധ്രുവനെ വിളിച്ചിട്ട് വരാം, സ്റ്റാലിൻ പറഞ്ഞു.
ചെല്ല് മോനെ, അനിത പറഞ്ഞു. സ്റ്റാലിൻ ധ്രുവനുള്ള റൂമിലേക്ക് ചെന്നു. അവനെ വിളിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ കൂടെ കൊണ്ടുവന്നു. അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്ക് ധ്രുവ്, അത് നല്ലതിനാ, ആദി പറഞ്ഞു. അതോടെ ധ്രുവൻ അനിതയുടെ കാലിൽ തൊട്ട് വണങ്ങി. അനിത അവനെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ ബാക്കിയുള്ളവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ധ്രുവനും സ്റ്റാലിനും മീനുവും അനിതയും അജുവും ആ റിസോർട്ട് വിട്ടുപോയി. ഇനി ചെന്ന് ദേവൂട്ടിയെ തുറന്നു വിട്, 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് പോകാം, ആദി പറഞ്ഞു. അതോടെ വേദ ചെന്ന് ദേവുവിൻ്റെ റൂമിൻ്റെ വാതിൽ കുറ്റി തുറന്നിട്ടു. ദേവു ഒരു പുഞ്ചിരിയോടെ പുറത്തു വന്നു. അവളുടെ ആ ഭംഗി കണ്ട് എല്ലാവരും ഒരു നിമിഷം ആ പെണ്ണിനെ തന്നെ അങ്ങനെ നോക്കി നിന്നു. ഇതെന്താ, നിങ്ങൾ മാത്രമേ ഉള്ളൂ? ബാക്കിയുള്ളവരെല്ലാം എവിടെ? ശിവേട്ടൻ എവിടെ? ദേവു ചോദിച്ചു. അവരൊക്കെ പോയി, നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോവാൻ കേട്ടോ, ആകാശ് പറഞ്ഞു. അതെന്താ അങ്ങനെ? അവരെന്തിനാ അപ്പോൾ ആദ്യമേ പോയത്? ദേവു ചോദിച്ചു. അതെന്തൊക്കെയോ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്, വേദ പറഞ്ഞു. ദേവു ഒന്ന് മൂളി. എങ്കിലും അവളോട് ഒന്നും പറയാതെ പോയ ധ്രുവനോട് അവൾക്ക് പരിഭവവും ദേഷ്യവും വന്നു. നീ ഇങ്ങനെ മുഖം വീർപ്പിക്കല്ലേ ദേവു, നമ്മളിപ്പോൾ ആ അമ്പലത്തിലേക്ക് പോവും, ബിന്ദ പറഞ്ഞു. ശിവേട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ട് പോവായിരുന്നു, ഇത് ഒന്നും മിണ്ടാതെ പോയില്ലേ കുഞ്ഞാറ്റെ, ദേവു പറഞ്ഞു. ഷെടാ എൻ്റെ ദേവൂട്ടി, നിന്റെ സംസാരം കേട്ടാ അവൻ നീ കാണാതെ ഗൾഫിൽ പോയ പോലെയുണ്ടല്ലോ. ധ്രുവ് ഈ അമ്പലം വരെ ഒന്ന് പോയി, ഇപ്പോൾ തന്നെ നമ്മൾ അവിടെ പോകും, പിന്നെ എന്താ, ആദി ചോദിച്ചു. ദേവു ഒന്നും മിണ്ടിയില്ല. അവൾ അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. അത് കണ്ട് ആകാശും ആദിയും ഒന്ന് ചിരിച്ചു. സമയം 9 മണിയായില്ലേ, നമുക്ക് പോയാലോ, ആകാശ് ആദിയോട് ചോദിച്ചു. പോവാം, ആദി പറഞ്ഞു. വാ ദേവു, നമുക്ക് അമ്പലത്തിൽ പോവാം, അവിടെയുണ്ട് നിന്റെ ശിവേട്ടൻ, വിന്ദ പറഞ്ഞു. ദേവു ഒന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റു. ഇങ്ങനെ മുഖം വീർപ്പിക്കല്ലേ ദേവു, വേദ പറഞ്ഞു. അതോടെ ദേവു അവരെ നോക്കി ഒന്ന് ചിരിച്ചു. അങ്ങനെ ആകാശാണ് വണ്ടി ഓടിച്ചത്. കോ ഡ്രൈവർ സീറ്റിലായി ആദി ഇരുന്നു. വിന്ദയുടെയും വേദയുടെയും നടുവിലായി ദേവു ഇരുന്നു. ആകാശ് കാർ വടക്കുന്നാഥൻ്റെ അമ്പലത്തിലേക്ക് ഒന്ന് സ്പീഡിൽ പറപ്പിച്ചു വിട്ടു. താലി പൂജയ്ക്ക് കൊടുത്തുകൊണ്ട് മീനുവും അനിതയും അജുവും ധ്രുവനും സ്റ്റാലിനും അമ്പലത്തിൻ്റെ പുറത്ത് ബാക്കിയുള്ളവർക്കായി കാത്തു നിന്നു. കൃത്യം 10 മണിക്കാണ് താലി കെട്ടുന്നത്. അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആകാശും സ്റ്റാലിനും കൂടെ സെറ്റാക്കി വെച്ച ഫോട്ടോഗ്രാഫ്സ് വന്നിട്ടുണ്ട് അവിടെ. അജു അവർക്ക് ഫോട്ടോ എവിടെയൊക്കെ എപ്പോഴൊക്കെ എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ ആകാശിൻ്റെ കാർ അവിടെ ഒരു സ്ഥലത്ത് വന്ന് നിന്നു. അതോടെ ഫോട്ടോഗ്രാഫേഴ്സ് ആ ഭാഗത്തേക്ക് ചെന്ന് ഫോട്ടോ എടുക്കാനായി റെഡിയായി. ആകാശും ആദിയും ഒരുമിച്ച് ഒരുപോലെ കാറിൽ നിന്നിറങ്ങി. ശേഷം അവർ രണ്ടുപേരും കാറിൻ്റെ ഇരുവശത്തും ഡോർ തുറന്നു കൊടുത്തു. അപ്പോഴേക്കും ഡ്രോൺ ക്യാമറ മുകളിലേക്ക് ഉയർന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി. ദേവു ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ കാറിൽ നിന്നും മെല്ലെ ഇറങ്ങി. അവളുടെ മുഖം പുഞ്ചിരിയിൽ തിളങ്ങി. കാറിൽ നിന്നും ഇറങ്ങിയ ദേവുവിനെ കണ്ട് അവിടെ നിന്ന് ധ്രുവൻ്റെ ഹൃദയം വേഗത്തിൽ തുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും വേദയും വിന്ദയും ആകാശും ദേവുവിൻ്റെ പിന്നിലായി നിന്നു. ദേവു ഒരു അത്ഭുതത്തോടെ മുന്നിലായി നിൽക്കുന്ന ധ്രുവൻ്റെ അടുത്തേക്ക് നടന്നു. ആദിയും ആകാശും വേദയും വിന്ദയും അവളുടെ കൂടെ പിന്നാലെ തന്നെ നടന്നു ചെന്നിരുന്നു. വടക്കുന്നാഥൻ്റെ വലിയ ഗോപുരവാതിലിൻ്റെ അവിടെ ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ധ്രുവൻ്റെ അരികിലേക്ക് ദേവു ചെന്നു നിന്നു. ഇന്ന് നമ്മുടെ കല്യാണമാണ്, നീ പറഞ്ഞതുപോലെ ഈ വടക്കുന്നാഥൻ്റെ മുന്നിൽ വെച്ച്, ധ്രുവ് പറഞ്ഞു. ദേവുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അതുപോലെ തന്നെ കണ്ണ് നിറഞ്ഞു. അവൾ ധ്രുവനെ നോക്കി. സത്യാണോ, ദേവു ചോദിച്ചു. സത്യം, ഈ വടക്കുന്നാഥൻ്റെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ എൻ്റെ ഭാര്യയാക്കും അഞ്ജലി, ധ്രുവ് പറഞ്ഞു. ധ്രുവേട്ടാ വാ, മുഹൂർത്തം തുടങ്ങാനായി. അജു ഒരു ചിരിയോടെ ധ്രുവനെ വിളിച്ചു. ധ്രുവ് ഒരു പുഞ്ചിരിയോടെ ദേവുവിനെ നോക്കിക്കൊണ്ട് ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയി. കൂടെ അനിതയും മീനുവും സ്റ്റാലിനും. വാ ദേവു, ആദി ദേവുവിൻ്റെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് ആദി ദേവുവുമായി അമ്പലത്തിനുള്ളിലേക്ക് നടന്നു. വിന്ദയും വേദയും ആകാശം ഒരു ചിരിയോടെ അവരുടെ ഒപ്പം അകത്തേക്ക് കയറിപ്പോയി. ശിവന്റെ നടയിൽ ചെന്ന് ധ്രുവൻ്റെ അരികിലായി ദേവു നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അമ്പലനട തുറന്നതും എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കൈകൂപ്പി പ്രാർത്ഥിച്ചു. പൂജാരി പൂജിച്ച താലിയും മോതിരവും പൂമാലയും ഒരു നുള്ളു സിന്ദൂരവും ചന്ദനവും ഒരു താലത്തിൽ കൊണ്ടുവന്നു. താലിയെടുത്ത് കയ്യിൽ പിടിച്ച് മഹാദേവനെ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വധുവിനെ താലി അണിയിച്ചോളൂ, പൂജാരി പറഞ്ഞു. അദ്ദേഹം നീട്ടിയ താലത്തിൽ നിന്നും ഒരു മഞ്ഞ ചരടിലായി കൂർത്ത ശിവധ്രുവ് എന്ന് പേര് കുത്തിയ ഒരു കുഞ്ഞ് ആലിലത്താലി അത് കയ്യിലെടുത്തുകൊണ്ട് ധ്രുവ് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്ന ദേവുവിൻ്റെ കഴുത്തിലേക്ക് അവൻ ചാർത്തി. ആ താലിയുടെ അറ്റം 3 കെട്ടുകൊണ്ട് മുറുകുമ്പോൾ ഇനിയൊരു 7 ജന്മം അവൻ്റെ കൂടെ ജീവിക്കാൻ അനുഗ്രഹം തരണേ ഭഗവാനെ എന്നാണ് ദേവു മനമുരുകി പ്രാർത്ഥിച്ചത്. ബാക്കിയുള്ളവർ പൂക്കൾ അവരുടെ മേൽ വിതറിയിരുന്നു. ഒരു പുഞ്ചിരിയോടെ അവർ ആ കാഴ്ച നോക്കി നിന്നു. താലത്തിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് ധ്രുവൻ മെല്ലെ ദേവുവിൻ്റെ സീമന്തരേഖയിൽ പടർത്തി. ഹൃദയത്തിലേക്കുള്ള പാത തീർക്കുന്ന മോതിരവിരലിൽ ഇരുവരും പരസ്പരം മോതിരമണിയിച്ചു. തുളസിമാലയം പരസ്പരം അണിയിച്ചു. ഒരു പുഞ്ചിരിയോടെ ദേവു ധ്രുവനിലേക്ക് ചേർന്ന് നിന്നു. നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന ദേവുവിനെ ധ്രുവൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു.